എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നൊരു റിയാക്ഷൻ വീഡിയോ ആണ് കേട്ടോ. കുറേ ഞാനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയാലും ചേച്ചി വീഡിയോ ചെയ്തിട് എന്ന് പറയാറുണ്ട് നമ്മളോട് ലൈവൊക്കെ വരുമ്പോൾ. അപ്പോൾ വിചാരിച്ചു ഇന്നൊരു റിയാക്ഷൻ വീഡിയോ എടുത്ത് കളയാമെന്ന്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എനിക്ക് വരുന്ന കുറച്ച് കമൻസിനെതിരെയുള്ള ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഞാൻ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തെറ്റുകുറ്റങ്ങളും കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങൾക്കറിയാം, ഇപ്പോൾ എന്നെപ്പോലെ തന്നെ കുറേ വീട്ടമ്മമാർ, കുറേ പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ, കുറേ പേര് ഒരു വരുമാന മാർഗം എന്ന നിലയിലാണ് നമ്മുടെ ഈ യൂട്യൂബ് തിരഞ്ഞെടുക്കുന്നത്. ഞാനും അങ്ങനെ തിരഞ്ഞെടുത്ത ഒരാളാണ്. എന്തെങ്കിലും ഒരു വരുമാനം നമുക്ക് ഇതിന്ന് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ തിരഞ്ഞെടുത്തതാണ് നമ്മുടെ യൂട്യൂബ് എന്ന് പറയുന്നത്. ഒരാളുടെ സപ്പോർട്ടും ഇല്ലാതെയാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് എന്നുള്ള നിലയിലേക്ക് വന്നത്. ഒരാളുടെ സപ്പോർട്ടില്ല. ഞാൻ ചാനൽ തുടങ്ങി ഇതുവരെയായിട്ടും എനിക്ക് ഒരാളുടെ സപ്പോർട്ടും ഇല്ല. ഒരു വീഡിയോ എടുത്ത് തരുന്നതിലോ എഡിറ്റ് ചെയ്ത് തരുന്നതിലോ ഒന്നിലും ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. വീഡിയോ എടുക്കുന്നതായിക്കോട്ടെ, എഡിറ്റ് ചെയ്യുന്നതായിക്കോട്ടെ, അതിൽ അഭിനയിക്കുന്നതായിക്കോട്ടെ, എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഒരു യൂട്യൂബ് എന്നുള്ളൊരിത് ഞാൻ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ കുറേ ക്രൈറ്റീരിയസ് ഉണ്ട്. നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് വേണം, 4000 വാച്ച് അവർ വേണം. ഇതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ആക്കണം. അങ്ങനെ എല്ലാം കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ കംപ്ലീറ്റ് ആക്കിക്കൊണ്ട് വരുന്നത്. ഇപ്പം ഈ അടുത്താണ് ഞാൻ നമ്മുടെ യൂട്യൂബിൽ ലൈവ് ചെയ്യാൻ തുടങ്ങി. കുറേ പേര് ലൈവ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാനും ലൈവ് ചെയ്യാൻ തുടങ്ങി. ലൈവ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ കുറേ കമൻസ് വരും. നമ്മൾ അറിയുന്ന ആൾക്കാരായിക്കോട്ടെ, അറിയാത്ത ആൾക്കാരായിക്കോട്ടെ, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആൾക്കാരായിക്കോട്ടെ, കേരളത്തിന് പുറത്തുള്ള ആൾക്കാരായിക്കോട്ടെ, കുറേ പേര് നമുക്ക് വരും. കുറേ പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ അടുത്താണ് ഞാൻ എൻ്റെ ചാനലിൽ ലൈവ് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. കുറച്ച് പേരോട് പറഞ്ഞു, ചേച്ചി ലൈവ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അപ്പോഴാണ് ഞാൻ ലൈവ് ചെയ്യാൻ തുടങ്ങിയത്. ലൈവ് ചെയ്യുമ്പോൾ എനിക്ക് ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു. എങ്ങനെയാണെന്ന് നമുക്കറിയില്ല, ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, എങ്ങനത്തെ കമൻറ്റുകളാണ് നമുക്കിതിൽ വരിക, അതൊന്നും നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പേടിച്ചിട്ടാണ് ഞാൻ ലൈവ് ചെയ്തു തുടങ്ങി. ആദ്യമൊക്കെ ലൈവ് ചെയ്യുമ്പോൾ എനിക്ക് അത്ര ബാഡ് കമൻസ് ഒന്നും വന്നിട്ടില്ല. നല്ല ഇതിലേ വന്നിട്ടുള്ളൂ. നമുക്ക് ഒരു ലൈവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കുറേ ചേട്ടന്മാരെ കിട്ടി, കുറേ അനിയന്മാരെ കിട്ടി, ചേച്ചിമാരെ കിട്ടി, അനിയത്തിമാരെ കിട്ടി. കുറേ പേര് നമുക്ക് സപ്പോർട്ടായിട്ട് കുറേ പേരുണ്ടാവും അല്ലേ. കുറേ സഹോദരങ്ങളെ നമുക്കിതൊന്ന് കിട്ടാം, കുറേ ഫ്രണ്ട്സിന് നമുക്കിതൊന്ന് കിട്ടാം. പക്ഷേ ഇതിൻ്റെ ഒക്കെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് പേര് നമ്മളതിനെ അങ്ങോട്ട് താഴ്ത്താൻ വേണ്ടിയിട്ട് കുറേ പേര് അങ്ങോട്ട് കമൻ്റ് ഇടാൻ തുടങ്ങും. എന്താ പറയുക, അമ്മേനെയും പെങ്ങളേനെയും തിരിച്ചറിയാത്ത കുറേ പേരുണ്ട് അല്ലേ. അങ്ങനത്തെ കുറച്ച് പേര് എനിക്ക് കമൻസ് ഇടുന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെ എനിക്ക് ഈ കമൻസ് കാണുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. എനിക്ക് ആരോടും പറയാൻ പറ്റില്ല. കാരണം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് തുടങ്ങിയ ചാനലാണ്, ഒരാളുടെ സപ്പോർട്ടില്ലാതെ തുടങ്ങിയ ചാനലാണ് ഞാൻ. അപ്പോൾ എനിക്കിത് എൻ്റെ ഹസ്ബൻഡിനോടായിക്കോട്ടെ, എൻ്റെ വീട്ടുകാരോടായിക്കോട്ടെ, ഞാനിങ്ങനെ ലൈവ് ചെയ്യുമ്പോൾ എനിക്കിങ്ങനെ കമൻസ് വരുന്നുണ്ടെന്ന് എനിക്ക് ഒരിക്കലും അവരോട് പറയാൻ പറ്റില്ല. കാരണം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് തുടങ്ങിയതാണ്. പക്ഷെ അങ്ങനെ വരുമ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ ലൈവിൽ കുറേ പേരുള്ള കാരണം അവരാണ് ഇങ്ങനെ ബാഡ് കമൻസ് ഇടുന്നവർക്കെതിരെ പ്രതികരിച്ചിരുന്നത്. അവരാണ് മറുപടി കൊടുത്തിരുന്നത്. അപ്പോഴും ഞാൻ ഈ കമൻസൊക്കെ കാണുമ്പോൾ എനിക്ക് പ്രതികരിക്കാൻ പറ്റാത്തതിൽ ഞാൻ അങ്ങോട്ട് താഴ്ന്നു പോവുകയാണ് ചെയ്യാറ്. പിന്നീട് എനിക്കിത് തോന്നി, ഞാൻ എന്തുകൊണ്ട് പ്രതികരിച്ചുകൂടാ, ഇങ്ങനെ കമൻസ് വരുമ്പോൾ ഞാൻ എന്തുകൊണ്ട് പ്രതികരിച്ചുകൂടാ എന്നെനിക്ക് തോന്നി. സത്യം പറയാലോ, ഈ ഒരു ലൈവ് തുടങ്ങിയതിന് ശേഷമാണ് തിരിച്ചെങ്ങനെ പ്രതികരിക്കാം, നമുക്ക് ഇങ്ങനെ ഓരോ കമൻസ് വരുമ്പോഴും, മോശം കമൻസ് വരുമ്പോഴും തിരിച്ച് അവർക്കെതിരെ എങ്ങനെ പ്രതികരിക്കാമെന്ന് എനിക്ക് ഈ ഒരു ലൈവ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പ്രതികരിക്കാൻ പഠിച്ചു. ഈ ലൈവിലൂടെ ഞാൻ എന്താണ് നേടിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രതികരണശേഷി എന്ന് പറഞ്ഞ സാധനം എനിക്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. പ്രതികരിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട് ഈ ഒരു ലൈവിലൂടെ. ഞാനിപ്പോൾ നമുക്ക് കമൻസ് വരുമ്പോൾ ഞാൻ നന്നായിട്ട് പ്രതികരിക്കുന്നുണ്ട്. നമുക്ക് സപ്പോർട്ടായിട്ട് കുറേ മോഡറേറ്റർമാരുണ്ട് നമ്മുടെ ലൈവിൽ, അവരും പ്രതികരിക്കുന്നുണ്ട്. അതിന് പുറമെ ഞാനും അവരോട് പ്രതികരിക്കുന്നുണ്ട്. ഒരു പെൺകുട്ടി ഒരു ലൈവ് ഇടുമ്പോഴേക്കും അതിൽ വന്നിട്ട് ഇങ്ങനെ മോശം കമൻസ് എന്തെന്നാ പറയുക, നമുക്ക് ഒരാളോട് പറയാൻ പറ്റില്ല ഇങ്ങനെയാണ് കമൻസ് വരുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു അമ്മേനെയും പെങ്ങളേനെയും തിരിച്ചറിയാത്തവന്മാരാണ് ഇതിൽ വന്നിട്ട് കമൻസ് ഇടുന്നത്. ഭൂരിഭാഗം ആൾക്കാരും, സത്യം പറയില്ല, ഭൂരിഭാഗം ആൾക്കാർ അങ്ങനെ കമൻസ് ഇടുന്നവരാണ്. ഇവരുടെ വീട്ടിൽ ഞാൻ വിചാരിക്കും, ഇങ്ങനെ ഒരു പെൺകുട്ടിയുടെ ഒരു ലൈവ് കാണുമ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഇങ്ങനെ മോശം കമൻറ്റ് ഇടുന്നുണ്ടെങ്കിൽ ഇവന്മാർക്ക് വീട്ടിൽ അമ്മയും പെങ്ങളും ഒന്നും ഇല്ലേ? അങ്ങനെ ഇല്ലാതെ ജീവിച്ച് വളർന്നവരാണ് ഇവർ. അമ്മയും സഹോദരങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ പൊട്ടിമുളച്ചിട്ട് വന്നതാണോ എന്ന് വിചാരിക്കാറുണ്ട് ഞാൻ. അല്ല, അങ്ങനെ സഹോദരങ്ങളും അമ്മയും ഒക്കെ വീട്ടിലുള്ള ഒരാൾക്ക് ഒരു പെൺകുട്ടിയുടെ ലൈവ് കാണുമ്പോഴേക്കും ഇങ്ങനെ കമൻസ് ഇടാൻ തോന്നില്ല. ഇപ്പം ഞാൻ മാത്രമല്ല കേട്ടോ, കുറേ പേര് ഇതുപോലെ അനുഭവിക്കുന്നുണ്ടാവും. കുറേ ലൈവ് ഇടുന്ന ചേച്ചിമാരേനെയും എല്ലാവരും ഞാൻ കാണാറുണ്ട്. ചിലവരുടെയൊക്കെ ഇതുപോലെ അടിയിൽ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കുറേ പേര്
വളരെ മോശം രീതിയിൽ നമുക്ക് ഒരാളോട് പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലാണ് അവർ കമൻസ് ഇടുക. അത് സഹി കേട്ടിട്ടാണ് ഞാനിപ്പോൾ ഒരു റിയാക്ഷൻ വീഡിയോ എന്നുള്ള രീതിയിൽ വന്നിട്ട് പറയാമെന്ന് വിചാരിച്ചു. എന്നോട് ലൈവിൽ തന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട്, ചേച്ചി റിയാക്ഷൻ വീഡിയോ ഒരു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട് എന്ന് എന്നോട് പറയുക കാരണമാണ് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞാൻ കുറച്ച് കമൻറ്റ്സ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് വേറെ ഫോണില്ല നോക്കി പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം ഞാൻ എഴുതി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സ്ക്രീൻഷോട്ട് ഞാനിവിടെ കൊടുക്കും. ഓരോ കമൻസിൻ്റെയും സ്ക്രീൻഷോട്ട് ഞാനിവിടെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഓരോന്നായിട്ട് നമുക്ക് കാണാം. ഈ വീഡിയോ കാണുമ്പോൾ ചിലരെങ്കിലും പറയും, എന്നാൽ നിനക്ക് ലൈവൊക്കെ നിർത്തിക്കൂടെ, ഈ യൂട്യൂബിൽ നിന്ന് തന്നെ അങ്ങനെ ഇറങ്ങി പൊക്കൂടെ എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ അങ്ങനെ ഇറങ്ങി പോകാൻ പറ്റില്ല. 4 വർഷമായി ഞാൻ ഇതിൽ കടന്ന് കഷ്ടപ്പെടുന്നു. നിങ്ങൾക്കറിയാം, നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു നിലയിൽ എത്തിക്കണമെങ്കിൽ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടണം. ഞാൻ ടിക്ടോക്കിലൊന്നും ഫേമസ് ആയി നിന്ന ആളല്ല. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഫേമസ് ആയി നിന്നിട്ടുള്ള ആളല്ല. ഞാൻ സാധാ ഇതൊന്നുമില്ലാതെ പെട്ടെന്ന് സാധാ ഒരു രീതിയിൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ള ഒരാളാണ്. എൻ്റെ ആദ്യം മുതലുള്ള വീഡിയോസ് കാണുന്നവർക്കാണെങ്കിൽ അറിയാൻ പറ്റും. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ ഇത്രയും 4 കൊല്ലമായി ഞാൻ ഈ ഒരു യൂട്യൂബ് ഇങ്ങനെ കൊണ്ട് നടക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ഇതിന് എന്തെങ്കിലും ഒന്ന് കിട്ടും എന്നുള്ള രീതിയിൽ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഓരോ വീഡിയോസും, നിങ്ങൾക്കൊരു ഷോർട്സ് ആയാലും ഒക്കെ എടുത്ത് കാണാൻ പറ്റും. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഓരോ വീഡിയോസും ചെയ്യുന്നത്, ആരുടെയും സഹായമില്ലാതെ. അപ്പോൾ ഇത് പെട്ടെന്നൊന്നും നിർത്തിപ്പോകാൻ പറ്റില്ല. നിങ്ങൾ പറയും നമുക്കിതിൽ നെഗറ്റീവും പോസിറ്റീവും എല്ലാത്തിലും ഉണ്ടാവും, അതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ നിങ്ങളിതിൽ നിന്നാൽ മതി എന്ന് പറയുന്നവരുണ്ടാവും. എനിക്കറിയാം. ഇപ്പോൾ നമ്മൾ ഏതൊരു സോഷ്യൽ മീഡിയ തിരഞ്ഞെടുക്കുകയാണെങ്കിലും, ഇപ്പോൾ യൂട്യൂബ് ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, ഏത് തിരഞ്ഞെടുക്കുകയാണെങ്കിലും പോസിറ്റീവ് ഉണ്ടാവുന്നതിനൊപ്പം തന്നെ നെഗറ്റീവും ഉണ്ടാവാം അല്ലേ. നമുക്ക് നെഗറ്റീവ് ഉൾക്കൊള്ളാം, പോസിറ്റീവ് ഉൾക്കൊള്ളുന്നതോടൊപ്പം തന്നെ നമുക്ക് നെഗറ്റീവും ഉൾക്കൊള്ളാം. നല്ല വീഡിയോസ് ചെയ്യാൻ പിന്നെ നമുക്കൊരു ഇതാവും നെഗറ്റീവൊക്കെ വരുമ്പോൾ. പക്ഷെ ഇതിന് നെഗറ്റീവ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത്രയും ബാഡായിട്ട് കമൻസ് ഇടുന്നവർക്കെതിരെയുള്ള റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പോസിറ്റീവായിട്ട് കമൻസ് ഇടുന്ന ഒരുപാട് പേരുണ്ട്, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കൂടെ നിൽക്കുന്നതിൽ. അപ്പം നമുക്ക് എന്തായാലും കമൻസിലേക്ക് പോവാം. ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് വേറെ ഫോണൊന്നുമില്ല നോക്കി പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടാണ്. ഞാൻ സ്ക്രീൻഷോട്ട് കൊടുക്കാവേ ഓരോന്നിൻ്റെയും. ആദ്യം ഒരു കറുപ്പ സാമു, മലയാളിയല്ല തമിഴനാണെന്ന് തോന്നുന്നു. കറുപ്പ സാമു, അക്ക സൈസ് എന്നാ ചോദിച്ചിട്ട് ഒരു ഇതിട്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ കമൻറ്റ് കൊടുക്കാം. എനിക്കത് മുഴുവനും വായിക്കണമെങ്കിൽ കുറച്ചൊരു ഇത് വേണ്ടേ, അത് കാരണം ആളൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വേറൊരാളിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത കമൻറ്റ് ഇട്ടോ, കിറ്റിക്ക നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനലാണോ ഐഡിയ ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതൊന്നും വന്നിട്ടുണ്ട്. സൈസ് 34 അല്ലേന്ന് പറഞ്ഞിട്ടാണ് അവന് കമൻറ്റ് ഇട്ടിക്കണത്. അവന്മാർക്ക് 2 പേർക്കുള്ള മറുപടിയാണിത്. ആദ്യം നിങ്ങൾ മറ്റുള്ള പെൺകുട്ടികളുടെ സൈസ് എത്രയെന്ന് ചോദിക്കാതെ സ്വന്തം വീട്ടിലുള്ള അമ്മയുടെയും പെങ്ങളുടെയും സൈസ് പോയിട്ട് ആദ്യം ചോദിക്കാം. വീട്ടിലുള്ളവരുടെ സൈസെല്ലാം ആദ്യം അറിഞ്ഞിരിക്കണ്ടേ, എന്നിട്ടല്ലേ നാട്ടിലുള്ള പെൺകുട്ടികളുടെ ഒക്കെ സൈസ് അറിയേണ്ടത്. ആദ്യം പോയിട്ട് സ്വന്തം വീട്ടിലുള്ള അമ്മയുടെയും അല്ലെങ്കിൽ പെങ്ങളുണ്ടെങ്കിൽ പെങ്ങളുടെ ഒക്കെ സൈസ് പോയി ചോദിക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചു കൊടുത്തോ, ഇഷ്ടംപോലെ വാങ്ങിച്ചു കൊടുത്തോ. എൻ്റെ അടുത്ത് വന്നിട്ട് ഈ സൈസ് മണ്ണാങ്കാട്ടെന്ന് ചോദിക്കാൻ നിൽക്കണ്ട, കേട്ടല്ലോ. ഒരുത്തൻ പിന്നെ സൈസ് പറയാനായിട്ട് മുന്നേ അവൻ ഇങ്ങോട്ട് പറഞ്ഞു, ചേച്ചി സൈസ് ഇത്ര അല്ലേന്ന്. അപ്പം ഇവനിതാണ് പണി. രാവിലെ എണീറ്റ ഓരോ കുട്ടികളുടെയും ഇത് നോക്കി നിൽക്കലാണ് അവന് പണി എന്നുള്ളത് എനിക്ക് മനസ്സിലായി. എന്താ ഇതിനൊക്കെ പറയുക? ആദ്യം സ്വന്തം വീട്ടിലുള്ളവരുടെ സൈസ് മനസ്സിലാക്കിയിട്ട് പിന്നെ ബാക്കിയുള്ള പെൺകുട്ടികളുടെ സൈസ് നോക്കാൻ വായോ. ഓക്കെ, ഇനി നിങ്ങൾക്ക് വാങ്ങിച്ചു തരാനാണെങ്കിൽ വേണ്ട, വാങ്ങിച്ചു തരണ്ട നീയൊന്നും എനിക്ക്, കേട്ടാ. അതൊന്ന്. പിന്നെ അബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. എലിഫൻറ്റ് പോലെ ഉണ്ട് കാണാൻ. ഞാനിവിടെ കൊടുക്കാവേ, സ്ക്രീൻഷോട്ട് കൊടുക്കാവേ. എനിക്ക് കുറച്ചൊരു ഇത് വേണ്ട ഇങ്ങനെ കമൻറ്റ്സ് വായിക്കണമെങ്കിൽ, അതുകൊണ്ടാണ്. എലിഫൻറ്റ് പോലെ ഉണ്ട് കാണാൻ. അവൻ എൻ്റെ മുഖം കാണുമ്പോൾ എലിഫൻറ്റിൻ്റെ ഇതുപോലെ കാണുന്നുണ്ടെന്നാണ് അവൻ പറഞ്ഞത്. എന്നോട് ആരും ഇതുവരെയായിട്ട് അങ്ങനെ വന്നിട്ട് പറഞ്ഞിട്ടില്ല കേട്ടോ എലിഫൻറ്റിൻ്റെ ഇതുപോലെ തോന്നുന്നുണ്ട് എന്ന്. എനിക്കറിയില്ല, ഇനിയിപ്പോൾ അവൻ്റെ കണ്ണിൻ്റെ പ്രശ്നമാണോ എന്തെന്നറിയില്ല. സാരില്ലടാ അബിയെ, എൻ്റെ മുഖം എങ്ങനെ ആയതുകൊണ്ട് എനിക്കും കുഴപ്പമില്ല, എൻ്റെ വീട്ടുകാർക്കും കുഴപ്പമില്ല, എൻ്റെ നാട്ടുകാർക്കും കുഴപ്പമില്ല, എൻ്റെ ഭർത്താവിനും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നിനക്കാണ് കുഴപ്പമെന്നുണ്ടെങ്കിൽ നീ ഈ മുഖം ഒന്ന് മാറാൻ എന്തെങ്കിലുമൊക്കെ മരുന്ന് എനിക്ക് അയച്ചു തന്നോ. ഇനിയിപ്പോൾ നിനക്ക് അങ്ങനെയാണ് ഇതെന്നുണ്ടെങ്കിൽ
എൻ്റെ ഈ മുഖം നിനക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നീ നോക്കണ്ട എൻ്റെ മുഖത്തേക്ക്. പോരെ, നീ എൻ്റെ ലൈവിലും കയറണ്ട, എൻ്റെ വീഡിയോസും കാണണ്ട, ഒന്നും കാണണ്ട. നീ എൻ്റെ മുഖം നോക്കണ്ട. ഇനിയിപ്പോൾ നിന്റെ മുഖം അങ്ങനെ ആയിട്ട് നിനക്ക് മറ്റുള്ളവരുടെ, നമ്മൾ പറയില്ലേ മഞ്ഞപ്പിത്തം ബാധിച്ചവരുടെ കണ്ണിലെല്ലാം മഞ്ഞയായിട്ടേ കാണുള്ളൂ, അങ്ങനെ ഒരു ഇതില്ലേ. അവൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ചുറ്റുമുള്ളവരുടെ മുഖവും അങ്ങനെയാണെന്നാണ് അവൻ പറയുന്നത്. അബി കേട്ടോ അബിയെ. ഇനി അടുത്തത് ഓരോരോ കമൻറ്റോളി. അടുത്തത് നമ്മുടെ വാസു അമ്മാവൻ എന്നാണ് അതിൽ കുറേ പേര് അയാളെ സംബോധന ചെയ്തിട്ടുണ്ടായിരുന്നത്. വാസു അമ്മാവൻ ഇട്ട കമൻ്റാണ്, നീ കാണിക്കാനല്ലേ ലൈവിൽ വരുന്നേ. കമൻസൊക്കെ ഞാൻ അതേപോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഇടുന്നതായിരിക്കും കേട്ടോ. കാണിക്കാനല്ലേ ലൈവിൽ വരുന്നേ എന്നാണ് അമ്മാവൻ പറഞ്ഞിട്ടുള്ളത്. വാസു അമ്മാവനോടും അതുപോലെ കമൻസ് ഇടാൻ ഇങ്ങനെ മുട്ടി നിൽക്കുന്നവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, അങ്ങനെ കാണിക്കാനല്ല ഞാൻ ലൈവിൽ വരുന്നത്. കാണിച്ച് ജീവിക്കേണ്ട അവസ്ഥ എനിക്കിതുവരെയായിട്ട് വന്നിട്ടുമില്ല. അങ്ങനെ കാണിച്ച് ജീവിക്കാൻ ഞാൻ നിൽക്കൂല. കേട്ടല്ലോ. എൻ്റെ വീഡിയോസ് ആദ്യം മുതൽ കാണുന്നവർക്കാണെങ്കിൽ അറിയാം, മാന്യമായിട്ടുള്ള രീതിയിൽ ഡ്രസ്സ് ധരിച്ചിട്ട് ഞാൻ ഇതുവരെയായിട്ടും വീഡിയോ ചെയ്തിട്ടുള്ളൂ. ലൈവ് ആയിക്കോട്ടെ, ഷോർട്ട് ആയിക്കോട്ടെ, ലോങ് വീഡിയോ ആയിക്കോട്ടെ, ഏതും ആയിക്കോട്ടെ, മാന്യമായ രീതിയിൽ മാത്രമേ ഞാൻ ഇതുവരെയായിട്ടും വന്നിട്ടുള്ളൂ നമ്മുടെ ഓരോ വീഡിയോസിലും. എന്നെ കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. ഞാനൊരു ഹൗസ് വൈഫാണ്, മക്കൾ നോക്കി വീട്ടിലിരിക്കുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നമ്മൾ ഓരോ ഡ്രസ്സുകളാണ് നമ്മൾ വീട്ടിലിടുന്നത്. അതിൻ്റെ മുകളിൽ ഇതുപോലെ കുറേ ഷാളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഈ വന്നിട്ടിരിക്കുന്നത്. എനിക്ക് ഓരോന്ന് കാട്ടിയിട്ട് വീഡിയോ ഇടേണ്ട ഒരാവശ്യമില്ല. കാണിച്ച് ജീവിക്കേണ്ട അവസ്ഥ എനിക്ക് വന്നിട്ടില്ലേ എൻ്റെ വാസു അമ്മാവ. ഓക്കെ, അങ്ങനെ കാണിച്ച് ജീവിക്കാൻ ഞാൻ നിൽക്കൂല. അങ്ങനെയൊക്കെ കാണിച്ച് ജീവിക്കേണ്ട അവസ്ഥ വന്നല്ലോ, അതോടെ അങ്ങോട്ട് ഇല്ലാതാക്കും. അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാതെ കാണിച്ച് ജീവിക്കാൻ ഇതുവരെയായിട്ടും ഞാൻ വന്നിട്ടില്ല ഇതുവരെയായിട്ടും. ഈ വാസു അമ്മാവനുണ്ടല്ലോ, വാസു അമ്മാവന് ഇതുപോലെ കമൻസ് ഇടുന്നവന്മാർക്കൊക്കെ ഇതുപോലെ കാണിച്ച് ജീവിക്കുന്ന കുറേ അമ്മായിമാരനൊക്കെ ചിലപ്പോൾ ലൈവിലുകളൊക്കെ കാണാൻ സാധിക്കും. അങ്ങനെ കുറേ എണ്ണം ഉണ്ടല്ലോ. പക്ഷെ ആ ഗണത്തിൽ ഒരെണ്ണം പോലും എന്നെ പെടുത്തിക്കരുത്. ഞാൻ ആ ഗണത്തിൽ പെട്ടതല്ല. കേട്ടല്ലോ. കാണിച്ച് ജീവിക്കേണ്ട അവസ്ഥ എനിക്ക് വരില്ല എന്നുള്ള 100% ഉറപ്പിലാണ് ഞാൻ. അങ്ങനെ കാണിച്ചിട്ട് വരുമാനം ഉണ്ടാക്കേണ്ട ഇത് എനിക്കില്ല. കേട്ടോ വാസു അമ്മാവ. അടുത്തത് നമ്മളിപ്പോൾ ഏതൊക്കെ കമൻസ് വായിച്ചെന്ന് എനിക്കൊരു ധാരണയില്ല കേട്ടോ. പിന്നെ കുറേവന്മാരുണ്ട്, ചേച്ചി ഇത്ര കാശ് തരാം, കൂടെ കിടക്കാൻ വരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ എണ്ണങ്ങൾ എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ എണ്ണം, കുറേ പേര്, ഇഷ്ടം പോലെ ആൾക്കാർ, ചേച്ചി ഇത്ര ഒരു എമൗണ്ട് തരാം, കൂടെ കിടക്കാൻ വരുമോ. ഇവന്മാരോടൊക്കെ എന്തോന്നടി പറയുന്നുണ്ട്. ഒരു ലേശം ഉളുപ്പ് ഇങ്ങനെ കമൻസ് ഇടുന്നവർക്ക് കാണാം. ലേശം ഉളുപ്പ്. സ്വന്തം വീട്ടിലിരിക്കുന്ന അമ്മമാരനൊക്കെ ഒരു നിമിഷമെങ്കിലും ഒന്ന് ഓർക്കാൻ പറ്റണം നിങ്ങൾക്കൊക്കെ അങ്ങനെ കമൻസ് ഇടുമ്പോൾ. കാരണം എൻ്റെ സ്ഥാനത്ത് ഇതുപോലെ നിങ്ങളുടെ അമ്മയോ പെങ്ങളോ ആരും ആയിക്കോട്ടെ, അവരൊക്കെയാണ് ഇതുപോലെ വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ ഇടയിലാണ് ഇതുപോലെ കമൻസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതികരിക്കാതിരിക്കുമോ? എന്നാ അമ്മേ പൊക്കോ, വിളിക്കുന്നു പൊക്കോ അമ്മേ, അല്ലെങ്കിൽ പെങ്ങളെ നീ പൊക്കോ. ഞാൻ അങ്ങനെയാണ്, ഞാൻ കുറേ പെണ്ണുങ്ങളെ ഇതുപോലെ വിളിക്കുന്നു, അതുപോലെ നിങ്ങളും പൊക്കോ എന്ന് നിങ്ങൾ പറയുമോ? എനിക്കറിയില്ല കേട്ടോ. ചിലപ്പോൾ പറയുന്നവന്മാരും ഉണ്ടാവാം. ഞാനിങ്ങനെയാണ് ചില പെൺകുട്ടികളുടെ ലൈവിൽ പോയിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങളോട് ഇപ്പോൾ അവൻ പറഞ്ഞതിന് കുഴപ്പമൊന്നും ഇല്ലാന്നേ, അങ്ങനെയാണോ നിങ്ങൾ പറയുന്നത്? ചിലപ്പോൾ അങ്ങനെയും പറയുന്നവരുണ്ടായിരിക്കാം, അറിയില്ല എൻ്റെ പൊന്നേ. പിന്നെ ഒരു വിജയ് X16 പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് ഭയങ്കര തൊന്തരവാ. എങ്ങനെ ടൈം ഔട്ടാക്കി കൊടുത്താലും ചങ്ങായി വീണ്ടും കയറി വരും നമ്മുടെ ലൈവിൽ. എങ്ങനെയല്ല, അവൻ തുടങ്ങിയപ്പോൾ മുതലേ ബാഡ് കമൻറ്റിൻ്റെ ആളാണ്. ഇവനാണ് എനിക്ക് ആദ്യം ഒരു ബാഡ് കമൻറ്റ് ഇട്ടെ. ഞാൻ ലൈവ് തുടങ്ങിയ സമയത്ത് ബാഡ് കമൻറ്റ് മോശം, ഇതുപോലെ എന്തോ ഒരു മോശം രീതിയിലാണ് എനിക്ക് ബാഡ് കമൻറ്റ് ഇട്ടെ. ആ സമയത്ത് എനിക്ക് ആരോടും പറയാൻ പറ്റുന്നില്ല. ഞാൻ കുറേ ഇങ്ങനെ മനസ്സിൽ കുറേ വിഷമിച്ചിരുന്നു. ആരോട് പറയും, ഏട്ടനോട് പറയണോ, അല്ലെങ്കിൽ ഇത് ആരോടാ പറയുക, എൻ്റെ ഫ്രണ്ടിനോട് പറയണോ, കുറേ ഇങ്ങനെ ആലോചിച്ചിരുന്നു. പിന്നെയാണ് മനസ്സിലായത്, വേണ്ട, ഇവന്മാർക്കുള്ള മറുപടി ഞാൻ തന്നെ കൊടുത്തോളാം. അപ്പോൾ നമ്മുടെ വിജയ് ഇട്ടിക്കണത്, ഞാൻ ഡെയിലി നിന്നെ നോക്കിയാ അടിക്കുന്നേ. അവൻ അടി കുറച്ച് കൂടുതലാണ്. ഓക്കെ, കാരണം ഞാൻ ലൈവിൽ വരുന്നുണ്ട്. അപ്പം എന്നെ എന്നും നോക്കിയിട്ട് അടിക്കണമെങ്കിൽ അവൻ അടി കുറച്ച് കൂടുതലെന്നുള്ളത് മനസ്സിലായി. കുറച്ച് റെസ്റ്റ് കൊടുക്കുക അതിന്. എന്നിങ്ങനെ അടിച്ചുകൊണ്ടിരുന്ന് നിനക്ക് വയ്യാതെ ആവും. കുറച്ച് റെസ്റ്റൊക്കെ കൊടുക്കുന്നേ.
നിനക്കിപ്പോൾ എന്നെ കാണുമ്പോൾ മാത്രമേ ഇത് അടിക്കാൻ വരുന്നുള്ളായിരിക്കുമോ? എനിക്കറിയില്ല. ചിലപ്പോൾ അവൻ ഈ ഡയലോഗ് തന്നെ ചിലപ്പോൾ അപ്പുറത്തെ ലൈവിൽ പോയിട്ട് പറയണ്ടാവും, ചേച്ചി ഞാൻ ചേച്ചീനെ ഡെയിലി ഇത് നോക്കിയിട്ടാണ് അടിക്കുന്നതെന്ന്. അങ്ങനെ പറയുന്നവനായിരിക്കും ചിലപ്പോൾ. എല്ലാ ലൈവിലും ചിലപ്പോൾ ഈ ഒരു ഡയലോഗ് മാത്രമേ അവൻ അറിയുന്നുണ്ടാവുള്ളൂ. എൻ്റെ പൊന്നോ നമിച്ച്. എടാ വിജയെ, നിന്നോട് ചോദിക്കാനുള്ളത്, നിന്റെ വീട്ടിൽ അമ്മയും പെങ്ങളും ഉണ്ടോ? എനിക്കതറിയാത്തേ. അല്ല, നീ എണീറ്റ് വരുമ്പോൾ നിന്റെ അമ്മയെ കാണുന്നു, എന്നാ ഒരു അടി അടിക്കാം. എണീറ്റ് വരുന്ന അപ്പുറത്തെ സൈഡിലേക്ക് പോകുന്നു, നിന്റെ പെങ്ങളെ കാണുന്നു, എന്നാ അവിടെ ഒരു അടി അടിക്കാം. അങ്ങനെ അടിക്കാറുണ്ടോ? അല്ല, ഇപ്പം എന്നെ കണ്ടിട്ട് മാത്രം നിനക്ക് ഈ അടിക്കാൻ തോന്നുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര അസുഖമാണല്ലോ. അപ്പം ഡോക്ടറെ കാണിക്കണം പോയിട്ട്. ഒരാളെ കാണുമ്പോൾ മാത്രം ഈ അടിച്ചാൽ പോരല്ലോ. പിന്നെ അടുത്തത് SP ഇന്നലെ വന്നൊരു കമൻ്റാണ് തോന്നുന്നു, ചേച്ചിയുടെ ബ്ലാക്ക് ആണോ എന്ന്. ഞാൻ എടുത്ത വഴിക്ക് അവനോട് ചോദിച്ചത് നിൻ്റെ അമ്മയുടെ എന്ത് കളറാണെന്ന് പോയി ചോദിക്കി. അത്ര ഞാൻ ചോദിച്ചുള്ളൂ. എന്നോട് ഈ കമൻ്റ് ഇട്ടിട്ട് വന്നിട്ട് ചേച്ചിയുടെ അത് ഏത് കളറാണ്, ബ്ലാക്ക് ആണോ എന്ന് ചോദിക്കണമെങ്കിൽ നിൻ്റെ അമ്മയോട് പോയിട്ട് ചോദിക്കുക ഏത് കളറാണെന്നുള്ളത്. എനിക്ക് അങ്ങനെ മറുപടി കൊടുക്കാൻ പറ്റുള്ളൂ. എന്നെ മോശമായിട്ട്, ഞാനിപ്പോൾ മോശം രീതിയിൽ ഡ്രസ്സ് ധരിച്ചിട്ടാണ് വന്നിട്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കമൻറ്റ് വിടാം. അങ്ങനെയാണെങ്കിൽ ഞാനത് കേൾക്കാനും അർഹിക്കുന്ന ഒരാളായിരിക്കാം അല്ലേ. നമ്മളിപ്പോൾ അങ്ങനെ നമ്മൾ മോശം രീതിയിൽ വന്നിരുന്നിട്ടാണ് അവരങ്ങനെ മോശം കമൻറ്റ് ഇടുന്നത്. അപ്പം ഞാൻ അതിനെ അർഹിക്കുന്നുണ്ട് എന്ന് വിചാരിക്കാം. അതൊന്നുമല്ലാതെ എൻ്റെ ലൈവിൽ എൻ്റെ ഈ ഒരു മുഖം മാത്രം നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ, വേറെ ഒന്നും കാണാൻ പറ്റില്ല. ഈ ഒരു മുഖം മാത്രം. ഈ ഒരു മുഖം കണ്ടിട്ട് ഇത്രയും മോശം കമൻറ്റ് ഇടുന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നോ, ഞാൻ ഇതിനുള്ള മറുപടിയൊക്കെ അപ്പപ്പോൾ കൊടുക്കാനിട്ടോ. എന്നെ മോശം പറഞ്ഞാൽ ഞാൻ അവർ വീട്ടിലിരിക്കുന്ന അമ്മേനെയും പെങ്ങളേനെയും പോയിട്ട് പറയാനേ പറയുള്ളൂ. കാരണം ഒരുത്തന്മാരും ഇതുപോലെ ഒരു പെൺകുട്ടികളുടെ ലൈവിൽ പോയിട്ട് ലൈവിൽ നല്ല ഒരു വീഡിയോസിൻ്റെ അടിയിലും ഇതുപോലെ കമൻറ്റ് ഇടാൻ പാടില്ല. അപ്പം അവന്മാർക്ക് അപ്പം മറുപടി കൊടുക്കണം. ഞാൻ അതാ മറുപടി കൊടുക്കാറ്. ഞാൻ പറഞ്ഞു, എനിക്ക് ഈ ലൈവ് ഇടാൻ തുടങ്ങിയപ്പോൾ എനിക്ക് പ്രതികരിക്കാൻ കൂടുതലൊരു എന്താ പറയുക, ഒരു ഇത് കിട്ടാൻ തുടങ്ങി എനിക്ക്. അടുത്തത് രാഹുൽ, അവനും ഇന്നലെ വന്ന അക്കൗണ്ടാണ് രാഹുൽ. ഒക്കെ ഞാൻ അപ്പം സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുക്കാമേ. കാണിക്കുമോ? പാവത്തിന് എൻ്റെ മുഖം മാത്രമേ ലൈവിൽ കാണുന്നുണ്ട്, വേറെ ഒന്നും കാണാത്ത കാരണം കാണിക്കുമോ എന്ന് ഇങ്ങോട്ട് ചോദിച്ചു. കാണിക്കാൻ നിൽക്കലല്ലടാ രാഹുലേ എൻ്റെ പണി. നിനക്ക് കാണുന്നുണ്ടെങ്കിൽ നീ വേറെ എവിടെയെങ്കിലും പോയി കാണ്. കുറേ ആൻറ്റിമാർ നമ്മുടെ ലൈവിൽ വേറെ വരുന്നുണ്ട് ഇത് കാണിക്കാൻ വേണ്ടി മാത്രം. ഇഷ്ടം പോലെ ഉണ്ടല്ലോ. നിനക്ക് അവരുടെയൊക്കെ പോയിട്ട് നീ ചോദിക്കേണ്ട ആവശ്യമില്ല, അവർ നിനക്ക് കാണിച്ചു തരും. എൻ്റെ ലൈവിൽ വന്നിട്ട് എന്തിനാ നീ കാണിക്കുമോ എന്ന് ചോദിക്കണേ? എൻ്റെ മുഖം കണ്ടിട്ടിരിക്കേ. നിനക്കത് ബോറടിക്കുന്നുണ്ടെങ്കിൽ നീ അത് ഓഫാക്കിയിട്ട് എവിടെയെങ്കിലും പോയിട്ടിരിക്കേ. അടുത്തത് നമ്മളിപ്പോൾ ആരുടെയൊക്കെ വായിച്ചു എന്ന് എനിക്കറിയുന്നില്ല. പീസ് എന്ന് പറഞ്ഞൊരു ഐഡിയ ആണ് തോന്നുന്നു. ആദ്യം അവൻ എനിക്ക് മെസ്സേജ് ഇട്ടു, ലിപ്പ് സൂപ്പർ എന്ന് പറഞ്ഞിട്ട്. അവന് പറഞ്ഞു നിനക്കപ്പോൾ ലിപ്പ് കാണുന്നുണ്ടല്ലേ ഞാൻ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഞാൻ അവനോട്. അപ്പം പറഞ്ഞാണ് നോക്കാൻ പറ്റണില്ല, നിങ്ങൾ ബാക്കി ഇവിടെ വായിച്ചോളണേ, നോക്കാൻ പറ്റണില്ല. കാരണം എന്താ, എൻ്റെ പകുതി മാത്രമേ ലൈവിൽ വരുന്നുള്ളൂ. അത് കാരണം പാവത്തിന് വിഷമം, നോക്കാൻ പറ്റണില്ല എന്ന്. ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ടല്ലോ നീ അവിടെ ഇരുന്നിട്ട് ഈ എൻ്റെ ലൈവ് കാണുമ്പോൾ ഇങ്ങനെ എത്തി വന്നിട്ട് നോക്കുന്നുണ്ടോ നീ? പിന്നെ അടുത്തുണ്ടല്ലോ ദിനേഷ് എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ടിൽ നിന്ന് അവൻ ഇമ്പോസിഷ എഴുതി പഠിക്കുകയായിരുന്നു. ഒരു വാക്ക് നമ്മുടെ കൊടുക്കാവേ, ആ ഒരു വാക്ക് ഒരു 3-4 പ്രാവശ്യം അവൻ എഴുതിയിട്ടുണ്ട്. ഇമ്പോസിഷ എഴുതി പഠിക്കുക. പാവത്തിന് ആ ഒരു വാക്ക് ഉറക്കത്തിലും കഴിക്കുമ്പോഴും എല്ലാ ഇതിലും അവൻ ആ ഒരു വാക്ക് മാത്രമേ വരുള്ളൂ. അപ്പോൾ ആടെ ലൈവിൽ കയറിയാലും അവൻ ആ ഒരു വാക്ക് മാത്രമേ എപ്പോഴും വരുള്ളൂ. അല്ലെങ്കിൽ ഹായ്ന്നോ ഫുഡ് കഴിച്ചോന്നോ സുഖാണോന്നൊന്നും അവന് വരില്ല. ഈ ഒരു വാക്ക് മാത്രം അവന് വരുള്ളൂ. അവൻ സ്വപ്നം കാണുന്നത് തന്നെ ഇതിൻ്റെ സംഭവങ്ങളാ. പിന്നെ അവൻ അതല്ലേ വരുള്ളൂ. അടുത്തത് ഒരുത്തുണ്ട് കേട്ടോ, റൂമിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ടാണ് ആ അമ്മാവൻ എനിക്ക് കമൻറ്റ് ഇട്ടത്. ഒരമ്മാവൻ പിക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കാം, ചിലപ്പോഴേ ഞാൻ കൊടുക്കുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ പിക്കിൻ്റെ ഒപ്പം അവൻ്റെ പെണ്ണുമ്പിളയുടെ ഫോട്ടോ ഉണ്ട്. പെണ്ണുമ്പിള തന്നെയാണ് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഇട്ടാൽ നമ്മൾ വെറുതെ എന്തിനാ ഐറ്റങ്ങളെയും കൂടി നാണം കെടുത്തുന്നേ അല്ലേ? ഇപ്പോൾ വീട്ടുകാരും അറിഞ്ഞിട്ടാവില്ലല്ലോ ഇവന്മാരൊക്കെ ഇതുപോലുള്ള ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തിനാ വെറുതെ ഞാൻ അതിനും കൂടി വെറുതെ മോശപ്പേരുണ്ടാക്കണേ? അത് കാരണം ഞാൻ ചിലപ്പോൾ ഫോട്ടോ കൊടുക്കില്ല. അവർക്കൊരു ചാനലാണ്,
ചാനലിലൊരു വീഡിയോ ഉണ്ട്. എന്താ പറയുക, ഒരു പെൺകുട്ടി ഡാൻസ് കളിക്കുന്നതാണ് തോന്നുന്നു, അത് കുട്ടിയാണ് തോന്നുന്നു, ആളുടെ കുട്ടിയാണ് തോന്നുന്നു. അത് കാരണമാണ് ഞാൻ ഫോട്ടോ കാണിക്കില്ല എന്ന് പറഞ്ഞത്. വെറുതെ എന്തിനാ പാവങ്ങളെ കൂടി നമ്മൾ എയറിൽ കയറ്റണേ അല്ലേ? അത് കാരണം മാത്രം തന്നെ ഞാൻ വെറുതെ വിട്ടു. ഒരമ്മാവനാ, എൻ്റെ അമ്മാവനാവാനുള്ള പ്രായമുണ്ട്. പിന്നെ ഒരു സണ്ണിമാവൻ കാണിക്കുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പാവത്തിന് പിന്നെ കാണാനായിട്ട് ഭയങ്കര സങ്കട. ചോറ് പോലും ഇറങ്ങണില്ല അത്ര പാവത്തിന് അത് കാണാത്ത കാരണം. എന്താ ചെയ്യുക? ഇനിയിപ്പോൾ ഇതൊക്കെ കാണിച്ചു കൊടുത്തല്ലേ അമ്മാവന് ചോറ് കഴിക്കാൻ പറ്റുള്ളൂ. പാവം, ഞാൻ കാരണം ഇപ്പം എത്ര പേര് പട്ടിണി കിടക്കണം. എന്താണ് ഇതിനൊക്കെ ഒരു മറുപടി പറയാന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല കേട്ടോ. നിങ്ങൾ ഒരു മിനിറ്റെങ്കിലും നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളുടെ വീട്ടിലും ഇത്രയും ബാഡ് കമൻറ്റ്സ് ഇടുന്നത് നിങ്ങളോടാണ് പറയുന്നത്. കുറേ പേരുണ്ട്, ഇനിയും കുറേ പേരുണ്ട്. എൻ്റെ കുറേ സ്ക്രീൻഷോട്ടൊക്കെ പോയി. കുറേ പേരുണ്ട്. നിങ്ങളുടെ വീട്ടിലും നിങ്ങൾക്ക് ജന്മം നൽകിയ നിങ്ങൾക്കൊരു അമ്മയുണ്ട്, നിങ്ങളുടെ സഹോദരങ്ങളുണ്ടാവാം. അവരോടൊക്കെ ഇതുപോലൊരു ആള് പെരുമാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക? ചിലപ്പോൾ നിങ്ങൾ പറയും, അമ്മേ അതൊന്നും കുഴപ്പമില്ല, കാണിച്ചു കൊടുക്ക അമ്മ അങ്ങോട്ട്, അല്ലെങ്കിൽ പെങ്ങളെ നീ കാണിച്ചു കൊടുക്ക്, കാരണം ഞാനിത് എല്ലാ ലൈവിലും പോയിട്ട് പറയുന്നുണ്ട്, അപ്പോൾ അമ്മ കാണിച്ചു കൊടുത്തു അതുകൊണ്ടൊന്നും കുഴപ്പമില്ല എന്ന് പറയും. അങ്ങനെയാണോ നിങ്ങളൊക്കെ പറയുക? നല്ല പറഞ്ഞതാണെങ്കിൽ അങ്ങനെ പറയില്ല അല്ലേ? എന്തോന്നടി ഇതിനൊക്കെ പറയുക? കുറച്ചെങ്കിലും ഒരു ഇത് വേണ്ട. ഞാൻ റിയാക്ട് ചെയ്യില്ല എന്ന് വെച്ചു, പക്ഷെ ദിവസം തോറും നമുക്ക് കമൻസ് കൂടി വരിക. ഇങ്ങനെ മോശം കമൻസ് ഇട്ടിട്ട് ഞാൻ മാത്രമല്ല കാണുന്ന എൻ്റെ ലൈവ്, എൻ്റെ അനിയന്മാരായിക്കോട്ടെ, എൻ്റെ ഫാമിലി ആയിക്കോട്ടെ, കുറേ പേര് കാണുന്നവരുണ്ട്. കുറേ നമ്മുടെ കേരളത്തിന് പുറത്തുള്ള കുറേ പേര് കാണുന്നുണ്ട്. പിന്നെ അവന്മാർക്കൊന്നും ഭാഷ മനസ്സിലാവില്ല എന്ന് വിചാരിക്കാം. അല്ലാത്ത കുറേ മലയാളികൾ കാണുന്നുണ്ട്. കുറേ പേര് അപ്പോൾ റിയാക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നിൻ്റെ അവളോട് പോയി പറ, അല്ലെങ്കിൽ നിൻ്റെ അവനോട് പോയി പറയാന്നൊക്കെ കുറേ പേര് അപ്പോൾ റിയാക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരാണ് അതൊക്കെ പറയുന്നത്. അതിൽ സന്തോഷം. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതിൽ ചിലർ ഇനി നെഗറ്റീവ് കമൻസ് ഇടുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ട്. ചിലപ്പോൾ അവന്മാരും ഇതുപോലെ ആയിരിക്കും പറയുന്നുണ്ടാവുക. കുറേ പേര് കാണുന്ന ലൈവാണ്. ഇപ്പം എൻ്റെ ഈ അടുത്ത് തന്നെ എൻ്റെ മാമ എന്നോട് ചോദിച്ചു, അവളിപ്പോൾ 11 മണിയാകുമ്പോൾ ലൈവ് ഇടുന്നുണ്ട് പറഞ്ഞു. ലൈവ് ഇടുന്നുണ്ട് 11 മണിക്ക്, നീ അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റ് കാണാറുണ്ടോയെന്ന്. അപ്പോൾ നമ്മുടെ ബന്ധുക്കളടക്കം ഇത് കണ്ടുകൊണ്ടിരിക്കണം. അതിൻ്റെ അടിയിൽ വരുന്ന ഇത്രയും കമൻസ്, ഇത്രയും ബാഡ് കമൻസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ പൊക്കോ, നിങ്ങൾ കാണണ്ട, ലൈവ് കാണണ്ട. ഞാൻ ആരും നിർബന്ധിക്കണില്ല എൻ്റെ ലൈവ് കാണുക അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് കാണുക. ഞാൻ ആരും നിർബന്ധിക്കണില്ല. നിങ്ങൾക്ക് കാണാൻ വയ്യ, നിങ്ങൾ പൊക്കോ. അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഇമാതിരി കമൻസ് ഇടുന്നു. എന്തോന്നടി പറയണത് ഞാൻ? അയ്യോ, സഹിക്കാവുന്നതിലപ്പുറം ഞാൻ സഹിച്ചു. ഇനി പറ്റില്ല. ഇനി ഓരോരുത്തന്മാരും കമൻറ്റ് ഇടുമ്പോൾ അതൊക്കെ ഞാൻ അപ്പം റിയാക്ട് ചെയ്യും. എല്ലാം നിങ്ങൾക്ക് ചാനലുണ്ടെങ്കിൽ ആ ചാനൽ ഒരു ഫുഡ് പറഞ്ഞിട്ടുള്ളൊരു ചാനലുണ്ട്. അതിന്ന് എന്തോ ഇതുപോലെ ഒരു ബാഡ് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയില്ല കേട്ടോ. കുറേ പേരിടുന്നുണ്ട് ഇതുപോലെ, കുറേ പേര്. ഇതൊക്കെ എന്തോടെ പറയുന്നത്? എനിക്കിതൊക്കെ നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു. ഒരിക്കലും ഇങ്ങനെ ഒരു പെൺകുട്ടിയുടെ ലൈവിൽ നിന്നല്ല, വീഡിയോയിലായാലും എവിടെ പോയാലും ഇങ്ങനെ കമൻറ്റ് ഇടരുത് ഒരിക്കലും. ഇപ്പം ഞാൻ പ്രതികരിക്കുന്നു, പക്ഷെ പ്രതികരിക്കാൻ കഴിയാത്ത കുറേ പേരുണ്ടാവാം അല്ലേ? അവർ കുറേ വിഷമിക്കുന്നുണ്ടാവാം ഇങ്ങനെ ഓരോ കമൻസ് വരുമ്പോഴും ഒക്കെ അവരുടെ ഒക്കെ ഒരു മാനസികാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെ കമൻസ് വരുമ്പോൾ ഒരു യൂട്യൂബ് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിൽ, ഇത്രയും ആൾക്കാർ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഇതിൽ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ അത് അവരേനൊക്കെ എത്രമാത്രം വിഷമിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ഓർക്കണം. ഞാനിതിപ്പോൾ പറയില്ല എന്ന് വിചാരിച്ചാണ്, പക്ഷെ എനിക്ക് ഇത്രയും കമൻസ് ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോഴേ എന്താണെന്നാവോ എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്ന ആളാണ്. ദേഷ്യം വന്നാൽ പിടിച്ചാൽ കിട്ടില്ല, അതിൻ്റെ അപ്പുറം കടന്ന് പറയുന്ന ആളാണ് ഞാൻ. ഇതൊക്കെ ഉണ്ടല്ലോ, ഇപ്പം എനിക്ക് പറയാൻ കുറച്ച് പരിധിയുണ്ട് അല്ലേ? നമുക്കൊരു യൂട്യൂബ് ആകുമ്പോൾ നമുക്ക് വാക്കുകളൊക്കെ ഉപയോഗിക്കാൻ കുറച്ചൊരു ഇതുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. അതിൻ്റെ ഇതിൽ വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എനിക്കിതൊക്കെ ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. ഞാൻ ലൈവിൽ റിയാക്ട് ചെയ്യാറുണ്ട്, പക്ഷെ അത് പോരാ. കുറച്ചുകൂടി ഇതായിട്ട് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. കാരണം നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലേ? കുറേ വാക്കുകൾ നമുക്ക് ഉപയോഗിക്കുന്നതിൽ നമുക്ക് വീട്ടിലായിക്കോട്ടെ, വീട്ടിൽ എന്തും പറയാം. പക്ഷെ അതുപോലെ നമ്മളൊരു യൂട്യൂബൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ അതിലൊക്കെ വന്ന് വർത്താനം പറയുമ്പോൾ കുറച്ചുകൂടി ഒരിത് പാലിക്കണമെന്ന് തോന്നി. എനിക്കിങ്ങനെ കമൻസ് ഇടുന്നവന്മാരോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ കമൻസ് ഇടുമ്പോൾ ഒരു നിമിഷം നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന അമ്മേനെയും പെങ്ങളേനെയും ഒന്ന് ചിന്തിക്കാം. പിന്നെ വെറുതെ എന്തിനാ ഒന്നും അറിയാത്ത അമ്മമാരേനെയും പെങ്ങളേനെയും ഭാര്യനെയും ഒക്കെ പറയിപ്പിക്കുന്നത്?
എന്നെ പറഞ്ഞാൽ എന്നെ എന്ത് മോശം എന്നെ വാക്ക് പറഞ്ഞാലും ഓൺ ദി സ്പോട്ടിൽ ഞാൻ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന അമ്മേനെയും പെങ്ങളേനും പോയി പറയാനേ ഞാൻ പറയുള്ളൂ. എനിക്ക് അപ്പുറത്തെ വീട്ടിലെ ചേച്ചീനെ പോയി പറയാൻ പറ്റില്ലല്ലോ. അത് കാരണം അവനവൻ്റെ വീട്ടിലുള്ള അമ്മയോടും പെങ്ങളോടും ഇതുപോലെ പോയി ചോദിക്കുക, എന്ത് സംശയം ഉണ്ടെങ്കിലും. ഇതിൻ്റെ സൈസ് എത്രയാണ്, അല്ലെങ്കിൽ അമ്മ അത് കാണിച്ചു തരുമോ, അമ്മ എങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾ അവരോട് പോയി ചോദിച്ചാൽ മതി. എന്നോട് ചോദിക്കാൻ നിൽക്കണ്ട. ഇത്രയും അനാവശ്യമായിട്ടുള്ള കമൻസ് ഇനി എൻ്റെ ലൈവിൽ ഇടരുത്. കുറേ ഞാൻ സഹിച്ചു, കുറേ സഹിക്കാനപ്പുറം ഞാൻ ഓരോ കമൻസും ഞാൻ സഹിച്ചിട്ടുണ്ട്. കുറേ എണ്ണവന്മാർ പറയേണ്ടതൊക്കെ പറയുന്നതിന് ശേഷം സോറി ചേച്ചി, സോറി, ഇനി പറയില്ല ചേച്ചി, ഇനി അങ്ങനെ ഉണ്ടാവില്ല ചേച്ചി എന്നൊക്കെ പറയും. വായെന്ന് നമുക്ക് അവരുടെ വായെന്ന് ഒരു വാക്ക് വീണതിന് ശേഷം സോറി പറഞ്ഞിട്ട് എന്താണ് കാര്യം? ഞാൻ പറയുന്നത് എനിക്ക് നിന്റെ സോറി വേണ്ട. എനിക്കങ്ങനെ സോറി കിട്ടിയിട്ട് എന്താ കാര്യം? നമ്മളതിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരു കമൻറ്റ് ഇട്ടിട്ട് പിന്നെ വന്ന് സോറി പറഞ്ഞ് നമ്മളത് അക്സെപ്റ്റ് ചെയ്യണോ? ഞാൻ ചെയ്യില്ല. എനിക്ക് നിന്റെ സോറി വേണ്ട എന്ന് ഞാൻ പറയാറുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്താ പറയുക, തലയ്ക്കൊരു ഇതായിരുന്നു, എനിക്കൊരു ഭാരമായിരുന്നു ഈ ഒരു കമൻസൊക്കെ. ഇനി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ എൻ്റെ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി, ഫോണിൽ സ്പേസ് ഇല്ലാത്ത കാരണം. അപ്പോൾ ഇപ്പം ഇത്രയേ ഉള്ളൂ. അടുത്തത് എന്തായാലും വീണ്ടും വരും കുറേ. അപ്പോൾ ഇത് ഇട്ടതിൻ്റെ പിന്നാലെ വേണമെങ്കിൽ കുറേ പേര് വരും. ഇനിയിപ്പോൾ ഇതിൽ കുറേ പേര് വന്നിട്ട് പറയും, നിന്നെ പറഞ്ഞാൽ നീ എന്തിനാണ് അവരുടെ വീട്ടിലിരിക്കുന്ന അമ്മേനെയും പെങ്ങളേനെയും പറയുന്നതെന്ന് ചോദിച്ചിട്ട് കുറേ പേര് വരും. എനിക്ക് അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയോട് പോയിട്ട് പറയാൻ പറ്റില്ലല്ലോ. ഈ കമൻസ് ഇടുന്നവന്മാരൊക്കെ ഇതൊക്കെ അവരവരുടെ വീട്ടിലത്തെ അമ്മയോടും പെങ്ങളോടും പോയി ചോദിക്കണം. ഈ ഒരു ഡയലോഗ് അവരുടെ നിന്ന് മറുപടി കിട്ടും എന്ന് കിട്ടിയിട്ട് വേണം മറ്റുള്ള പെൺകുട്ടികളുടെ ലൈവിൽ വന്നിട്ട് പറയാം. അതല്ലേ ശരി? അപ്പോൾ എന്നോട് ഇങ്ങനെ കമൻസ് ഇടാൻ നിൽക്കണ്ട. ഇത് ചെറിയൊരു റിയാക്ഷൻ വീഡിയോ ആണ്. എത്രത്തോളം എനിക്ക് പറയാൻ പറ്റിയിട്ടുണ്ട്, എത്രത്തോളം നന്നായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നന്നായിട്ടുണ്ടെന്നല്ല, കാരണം ഞാൻ ആദ്യമായിട്ടാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം തെറ്റ് തിന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഇനി പറയാനുണ്ടോ എന്നൊന്നും എനിക്ക് അറിയുന്നില്ല. ഒരു ഇതിലങ്ങോട്ട് പറഞ്ഞു പോയതാണ് ഞാൻ. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ എന്നെ ഈ ബാഡ് കമൻസ് ഇട്ടവന്മാരോടല്ല, അവന്മാരുടെ വീട്ടിലിരിക്കുന്ന അമ്മയോടും പെങ്ങളോടൊക്കെ എൻ്റെ മനസ്സിൽ ഞാൻ സോറി പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കറിയില്ലല്ലോ, മക്കളും അല്ലെങ്കിൽ ഭർത്താവായിക്കോട്ടെ, അനിയനായിക്കോട്ടെ, ചേട്ടനായിക്കോട്ടെ, ഇങ്ങനെ മറ്റുള്ള പെൺകുട്ടികളുടെ ലൈവിൽ പോയിട്ട് പറയുന്നുണ്ടെന്ന് അവർക്കറിയില്ലല്ലോ. അപ്പോൾ അവരോടൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ സോറി പറയും. സോറി പെങ്ങളെ അല്ലെങ്കിൽ സോറി അമ്മ എന്ന് ഞാൻ പറയും. പക്ഷെ നിങ്ങളോട് സോറി ഞാൻ പറയില്ല. ഇനി മേലെ എൻ്റെ ലൈവിൽ വന്നിട്ട് ഇങ്ങനെ കമൻ്റ് ഇടാൻ നിൽക്കരുത്. കമൻ്റ് ഇടുന്നവന്മാർക്കൊക്കെ ഇതുപോലെ ഞാൻ വന്നിട്ട് മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.